നമസ്കാരം. PSC ടുഡേ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. സുഹൃത്തുക്കളെ, നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് കേരള PSC പാഠപുസ്തകങ്ങളിൽ നിന്നും ചോദിച്ച 100 ചോദ്യങ്ങളും അവയുടെ വിശദീകരണത്തിന്റെ പാർട്ട് 1 ആണ്. സുഹൃത്തുക്കൾ ശ്രദ്ധിക്കുക, കേരള PSC പാഠപുസ്തകങ്ങളിൽ നിന്നും ചോദിച്ച 100 ചോദ്യങ്ങളും അവയുടെ വിശദീകരണങ്ങളുമാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയ ടോപ്പിക്കാണ് സുഹൃത്തുക്കളെ നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. PSC ചോദിച്ചിട്ടുള്ളതും അതുപോലെ തന്നെ ഇനി ചോദിക്കാൻ സാധ്യതയുള്ള ഒത്തിരി പോയിന്റ്സ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് പഠിക്കാം. ഈ ചാനലിന്റെ വളർച്ച എന്ന് പറയുന്നത് സുഹൃത്തുക്കളെ നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനും അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ സപ്പോർട്ടുമാണ്. ഒത്തിരി സുഹൃത്തുക്കൾ ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട്. ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഈ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക, സഹായിക്കുക. ഒരു ഭൂപടത്തിന്റെ ചുവട് ഭാഗം ഏതു ദിശയാണ് സൂചിപ്പിക്കുന്നത്? ശരിയായ ഉത്തരം തെക്കു ദിശ. ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ചാൽ നമ്മൾ കുഴഞ്ഞു പോവേ. ഇമ്പോർട്ടന്റ് ആണ്. ഒരു ഭൂപടത്തിന്റെ ചുവട് ഭാഗം ഏതു ദിശയെ സൂചിപ്പിക്കുന്നത് ചോദിച്ചാൽ തെക്കു ദിശയെ സൂചിപ്പിക്കുന്നു. ഒരു ഭൂപടത്തിന്റെ മുകൾ ഭാഗം വടക്ക് ദിശയെ സൂചിപ്പിക്കുന്നു. ഇത് രണ്ടും ആർക്കും കൺഫ്യൂഷൻ വരാത്തതാണ് കേട്ടോ. ഒരു ഭൂപടത്തിന്റെ ചുവട് ഭാഗം അല്ലെങ്കിൽ താഴ്ഭാഗം ഏത് ദിശയെ സൂചിപ്പിക്കുന്നു? തെക്ക് ദിശയെ സൂചിപ്പിക്കുന്നു. ഒരു ഭൂപടത്തിന്റെ മുകൾ ഭാഗം വടക്കു ദിശയെ സൂചിപ്പിക്കുന്നു. ഒരു ഭൂപടത്തിന്റെ വലതുഭാഗം പടിഞ്ഞാറ് ദിശയെ സൂചിപ്പിക്കുന്നു. ഒരു ഭൂപടത്തിന്റെ ഇടത് ഭാഗം കിഴക്ക് ദിശയെ സൂചിപ്പിക്കുന്നു. ഒരു ഭൂപടത്തിന്റെ വലതു ഭാഗം പടിഞ്ഞാറ് ദിശയെയും ഒരു ഭൂപടത്തിന്റെ ഇടതു ഭാഗം കിഴക്ക് ദിശയും സൂചിപ്പിക്കുന്നു. അപ്പോൾ നമ്മൾ നേരെ പോയിട്ട് ഒരു ഭൂപടത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ നിങ്ങൾക്ക് തിരിച്ചായിരിക്കും തോന്നുന്നത്. അതിന് കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഭൂപടം തൂക്കിയിരിക്കുന്ന ആ ചുവരിനോട് ചേർന്ന് നിന്നിട്ട് നമ്മൾ ഓപ്പോസിറ്റ് ആയിട്ട് നോക്കുക. അതായത് ഭൂപടം നോക്കുന്ന അതേ ദിശയിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഈ പറഞ്ഞത് വരും. അല്ല നമ്മൾ ഭൂപടത്തിനെ നോക്കിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ നമുക്ക് ഉത്തരം കിട്ടൂല. അത് കൃത്യമായിട്ട് സുഹൃത്തുക്കൾ ആലോചിച്ചോളുക. ഭൂപടത്തിന്റെ ചുവട് ഭാഗം താഴ്ഭാഗം എപ്പോഴും എന്തായിരിക്കും? തെക്ക് ദിശയെ സൂചിപ്പിക്കുന്നു. ഭൂപടത്തിന്റെ മുകൾ ഭാഗം എന്തിനെ സൂചിപ്പിക്കുന്നു? വടക്ക് ദിശയെ സൂചിപ്പിക്കുന്നു. ഇത് ആർക്കും കൺഫ്യൂഷൻ ഉണ്ടാവില്ല. കൺഫ്യൂഷൻ ഉണ്ടാകുന്ന 2 പോയിന്റ് എന്തൊക്കെയാണ്? ഭൂപടത്തിന്റെ വലത് ഭാഗം പടിഞ്ഞാറ് ദിശയെയും ഭൂപടത്തിന്റെ ഇടത് ഭാഗം കിഴക്ക് ദിശയുമായി സൂചിപ്പിക്കുന്നത്. അപ്പൊ ഇത് കൺഫ്യൂഷൻ ഉണ്ടാകാൻ കാരണം നമ്മൾ നോക്കുന്ന രീതിയിലുള്ള വ്യത്യാസമാണ്. ഭൂപടം നമ്മളെ നോക്കുന്ന രീതിയിൽ നിന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഇത് ശരിയാകും. ഭൂമിയെ 2 തുല്യമായ അർദ്ധഗോളങ്ങളായി വിഭജിക്കുന്ന സാങ്കല്പിക രേഖകളാണ് ഭൂമധ്യ രേഖകൾ. ഒരുപാട് തവണ ചോദിച്ചതാണ്. ഭൂമിയെ 2 തുല്യ അർദ്ധഗോളങ്ങളായി വിഭജിക്കുന്ന സാങ്കല്പിക രേഖകളാണ് ഭൂമധ്യ രേഖകൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഭൂമധ്യ രേഖയുടെ മുകൾ ഭാഗത്തുള്ള അർദ്ധഗോളത്തെ ഉത്തരാർദ്ധഗോളം എന്നറിയപ്പെടുന്നു. ഭൂമധ്യ രേഖയുടെ മുകൾ ഭാഗത്തുള്ള അർദ്ധഗോളത്തെ ഉത്തരാർദ്ധഗോളം എന്നറിയപ്പെടുന്നു. ഭൂമധ്യ രേഖയുടെ താഴ്ഭാഗത്തുള്ള അർദ്ധഗോളത്തെ ദക്ഷിണാർദ്ധഗോളം എന്നും അറിയപ്പെടുന്നു. ഭൂമധ്യ രേഖയുടെ മുകൾ ഭാഗത്തുള്ള അർദ്ധഗോളത്തെ ഉത്തരാർദ്ധഗോളം എന്നും ഭൂമധ്യ രേഖയുടെ താഴ്ഭാഗത്തുള്ള അർദ്ധഗോളത്തെ ദക്ഷിണാർദ്ധഗോളം എന്നും അറിയപ്പെടുന്നു. പഠിക്കുക. ഭൂമധ്യ രേഖയ്ക്ക് സമാന്തരമായി വൃത്താകൃതിയിൽ വരയ്ക്കുന്ന രേഖകളാണ് അക്ഷാംശ രേഖകൾ. ഭൂമധ്യ രേഖയ്ക്ക് സമാന്തരമായി വൃത്താകൃതിയിൽ വരയ്ക്കുന്ന രേഖകളാണ് അക്ഷാംശ രേഖകൾ. ഭൂമധ്യ രേഖയ്ക്ക് ലംബമായി അർദ്ധവൃത്താകൃതിയിൽ വരയ്ക്കുന്ന രേഖകളാണ് രേഖാംശ രേഖകൾ. ഇങ്ങനെ അങ്ങ് പഠിച്ചു വെച്ചോളേ. ഭൂമധ്യ രേഖയ്ക്ക് ലംബമായിട്ട് അർദ്ധവൃത്താകൃതിയിൽ വരയ്ക്കുന്ന രേഖകൾ അറിയപ്പെടുന്ന പേരാണ് രേഖാംശ രേഖകൾ എന്ന്. അപ്പോൾ ഭൂമധ്യ രേഖയ്ക്ക് സമാന്തരമായിട്ട്, അതായത് എങ്ങനെയാണോ ഭൂമധ്യ രേഖ വരച്ചിരിക്കുന്നത് അതേ ദിശയിൽ സമാന്തരമായിട്ട് അതുപോലെ വരയ്ക്കുന്ന രേഖകൾ അറിയപ്പെടുന്ന പേരുകളാണ് അക്ഷാംശ രേഖകൾ എന്ന്. ഭൂമധ്യ രേഖയ്ക്ക് ലംബമായി അല്ലെങ്കിൽ എന്താ പറഞ്ഞ 90 ഡിഗ്രി ആയി നമ്മൾ വരയ്ക്കുന്ന അർദ്ധവൃത്താകൃതിയിലുള്ള രേഖകളാണ് രേഖാംശ രേഖകൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഭൂമിയിൽ ഒരു പ്രദേശത്തിന്റെ സ്ഥാനം നിർണ്ണയിക്കുന്നത് അക്ഷാംശ രേഖാംശ രേഖകൾ ഉപയോഗിച്ചാണ്. ഭൂമിയിൽ ഒരു പ്രദേശത്തിന്റെ സ്ഥാനം നിർണ്ണയിക്കുന്നത് എങ്ങനെയാ? അക്ഷാംശ രേഖാംശ രേഖകൾ ഉപയോഗിച്ചാണ്. ഗോളാകൃതിയിലുള്ള ഭൂമിയുടെ മാതൃക അറിയപ്പെടുന്ന പേരാണ് ഗ്ലോബ്. ഗോളാകൃതിയിലുള്ള ഭൂമിയുടെ മാതൃക അറിയപ്പെടുന്ന പേരാണ് ഗ്ലോബ് എന്നുള്ളത്. ഗോളാകൃതിയിലുള്ള ഭൂമിയുടെ ഉപരിതല സവിശേഷതകൾ പരന്ന പ്രതലത്തിൽ വരച്ച രൂപമാണ് ഭൂപടം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇതും PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ്. ഗോളാകൃതിയിലുള്ള ഭൂമിയുടെ ഉപരിതല സവിശേഷതകൾ പരന്ന പ്രതലത്തിൽ വരച്ച രൂപം അറിയപ്പെടുന്ന പേരാണ് ഭൂപടം എന്ന് പഠിക്കുക. ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന ശാസ്ത്രശാഖ അറിയപ്പെടുന്ന പേരാണ് ഭൂപടശാസ്ത്രം അഥവാ കാർട്ടോഗ്രഫി. ഒരിക്കലും PSC ഭൂപടശാസ്ത്രം എന്ന് കൊടുക്കില്ല, കാർട്ടോഗ്രഫി എന്നേ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന ശാസ്ത്രശാഖ അറിയപ്പെടുന്ന പേരാണ് ഭൂപടശാസ്ത്രം അഥവാ എന്താണ്? കാർട്ടോഗ്രഫി. നമുക്ക് എന്താ വേണ്ടത്? കാർട്ടോഗ്രഫിയാണ്. ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന വ്യക്തികൾ അറിയപ്പെടുന്ന പേരാണ് കാർട്ടോഗ്രാഫർമാർ. ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന വ്യക്തികൾ അറിയപ്പെടുന്ന പേരാണ്
കാർട്ടോഗ്രാഫർമാർ. നമ്മുടെ രാജ്യത്ത് ഭൂപടങ്ങൾ നിർമ്മിക്കുവാനും പരിശോധിക്കുവാനും പ്രസിദ്ധീകരിക്കുവാനും ചുമതലപ്പെട്ടിരിക്കുന്ന കേന്ദ്ര സർക്കാർ ഏജൻസിയാണ് സർവേ ഓഫ് ഇന്ത്യ. പഠിച്ചോളനെ, നമ്മുടെ രാജ്യത്ത് ഭൂപടങ്ങൾ നിർമ്മിക്കുവാനും ഭൂപടങ്ങൾ പരിശോധിക്കുവാനും പ്രസിദ്ധീകരിക്കുവാനും ചുമതലപ്പെട്ടിട്ടുള്ള കേന്ദ്ര സർക്കാർ ഏജൻസിയാണ് സർവേ ഓഫ് ഇന്ത്യ. സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം ഡെറാഡൂൺ, ഉത്തരാഖണ്ഡാണ്. ഒരുപാട് തവണ PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ്. സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണ്? ഡെറാഡൂൺ. അത് ഏത് സംസ്ഥാനത്താ? ഉത്തരാഖണ്ഡ് സംസ്ഥാനത്താണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. ഭൂപടങ്ങൾ തയ്യാറാക്കിയിരുന്ന ശാസ്ത്രശാഖ അറിയപ്പെടുന്ന പേരാണ് ഭൂപടശാസ്ത്രം. PSC ചോദിക്കൂല. PSC ചോദിക്കുന്നത് എന്താണ്? കാർട്ടോഗ്രഫി എന്നാണ്. ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന വ്യക്തികൾ അറിയപ്പെടുന്ന പേരാണ് കാർട്ടോഗ്രാഫർമാർ. നമ്മുടെ രാജ്യത്ത് ഭൂപടങ്ങൾ നിർമ്മിക്കുവാനും പരിശോധിക്കുവാനും പ്രസിദ്ധീകരിക്കാനും ചുമതലയുള്ള കേന്ദ്ര സർക്കാർ ഏജൻസിയാണ് സർവേ ഓഫ് ഇന്ത്യ. സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം ഡെറാഡൂൺ, ഉത്തരാഖണ്ഡാണ്. പഠിക്കുക. കേരളത്തിൽ ഏറ്റവും തെക്കേയറ്റത്തുള്ള ജില്ല തിരുവനന്തപുരം ജില്ല. കേരളത്തിന്റെ ഏറ്റവും തെക്കേയറ്റത്തുള്ള ജില്ല ഏതാണ്? തിരുവനന്തപുരം ജില്ലയാണ്. കേരളത്തിന്റെ ഏറ്റവും വടക്കേയറ്റത്തുള്ള ജില്ല കാസർഗോഡ് ജില്ല. കേരളത്തിന്റെ ഏറ്റവും വടക്കേയറ്റത്തുള്ള ജില്ല കാസർഗോഡ് ജില്ല. രണ്ട് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക ജില്ല വയനാട് ജില്ല. രണ്ട് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക ജില്ല വയനാട് ജില്ല. ഭാരതപ്പുഴ ഒഴുകുന്ന ദിശ കിഴക്ക് നിന്നും പടിഞ്ഞാറോട്ട്. ഭാരതപ്പുഴ ഒഴുകുന്ന ദിശ കിഴക്ക് നിന്നും പടിഞ്ഞാറോട്ട്. കേരളത്തിന്റെ അയൽ സംസ്ഥാനങ്ങൾ എന്നറിയപ്പെടുന്നത് കർണാടകവും തമിഴ്നാടും. കേരളത്തിന്റെ അയൽ സംസ്ഥാനങ്ങൾ എന്നറിയപ്പെടുന്നത് കർണാടകവും തമിഴ്നാടുമാണ്. ഇപ്പൊ മനസ്സിലായോ സുഹൃത്തുക്കളെ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ എവിടെ നിന്നാ വന്നേന്ന്? അപ്പൊ ഓർത്ത് പഠിക്കുക. വളരെ ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് പഠനം. അപ്പൊ നമുക്ക് ഒന്നുകൂടി നോക്കാം. കേരളത്തിലെ ഏറ്റവും തെക്കേയറ്റത്തുള്ള ജില്ല ചോദിച്ചാൽ തിരുവനന്തപുരം ജില്ല. കേരളത്തിന്റെ ഏറ്റവും വടക്കേയറ്റത്തുള്ള ജില്ല ചോദിച്ചാൽ കാസർഗോഡ് ജില്ല. രണ്ട് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക ജില്ല വയനാട് ജില്ല. ഭാരതപ്പുഴ ഒഴുകുന്ന ദിശ കിഴക്ക് നിന്നും പടിഞ്ഞാറോട്ട്. കേരളത്തിന്റെ അയൽ സംസ്ഥാനങ്ങളാണ് കർണാടകവും തമിഴ്നാടും. പഠിക്കുക. ഇന്ത്യയുടെ കിഴക്ക് ഭാഗത്തുള്ള കടൽ ബംഗാൾ ഉൾക്കടൽ. ഇന്ത്യയുടെ കിഴക്ക് ഭാഗത്തുള്ള കടൽ ഏതാ? ബംഗാൾ ഉൾക്കടലാണ്. ഇന്ത്യയുടെ പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന കടലാണ് അറബിക്കടൽ. ഇന്ത്യയുടെ പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന കടൽ അറബിക്കടലാണ്. ഇന്ത്യയുടെ തലസ്ഥാനം ന്യൂഡൽഹി. ഇന്ത്യയുടെ തലസ്ഥാനം ന്യൂഡൽഹി. ഇന്ത്യയിലെ ഏറ്റവും വടക്ക് ഭാഗത്തുള്ള കേന്ദ്രഭരണ പ്രദേശം ലഡാക്ക് ആണ്. ഇന്ത്യയുടെ ഏറ്റവും വടക്ക് ഭാഗത്തുള്ള കേന്ദ്രഭരണ പ്രദേശം ലഡാക്ക് ആണ്. ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം അരുണാചൽ പ്രദേശ് ആണ്. ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? അരുണാചൽ പ്രദേശ് ആണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ. ഇന്ത്യയുടെ കിഴക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന കടൽ ബംഗാൾ ഉൾക്കടൽ. ഇന്ത്യയുടെ പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന കടൽ അറബിക്കടൽ. ഇന്ത്യയുടെ തലസ്ഥാനം ന്യൂഡൽഹി. ഇന്ത്യയുടെ ഏറ്റവും വടക്ക് ഭാഗത്തുള്ള കേന്ദ്രഭരണ പ്രദേശം ലഡാക്ക് ആണ്. ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ചോദിച്ചാൽ അത് അരുണാചൽ പ്രദേശ് ആണ്. പഠിക്കുക. നിങ്ങൾ 50 ദിവസം ഇട്ടാൽ മതി. ഇന്ത്യയിൽ 8 സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനം ഉത്തർപ്രദേശ്. ഇന്ത്യയിൽ 8 സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനം ചോദിച്ചാൽ ഉത്തർപ്രദേശ്. ഇനി ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനം ചോദിച്ചാൽ ആര് തന്നെയാ? ഉത്തർപ്രദേശ് തന്നെയാണ്. അപ്പോൾ ഇന്ത്യയിൽ 8 സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനം ഉത്തർപ്രദേശ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനം ചോദിച്ചാലും ആരാ? ഉത്തർപ്രദേശ് ആണ്. ഉത്തർപ്രദേശ് അതിർത്തി പങ്കിടുന്ന അയൽ രാജ്യം നേപ്പാൾ ആണ്. പഠിച്ചോളെ, ഉത്തർപ്രദേശ് അതിർത്തി പങ്കിടുന്ന അയൽ രാജ്യം നേപ്പാളാണ്. ഏറ്റവും കൂടുതൽ കരിമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഉത്തർപ്രദേശ്. ഏറ്റവും കൂടുതൽ കരിമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഉത്തർപ്രദേശ്. ഇന്ത്യയുടെ പഞ്ചസാര കിണ്ണം എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഉത്തർപ്രദേശ്. ഇന്ത്യയുടെ പഞ്ചസാര കിണ്ണം എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഉത്തർപ്രദേശ്. കഥക് നൃത്തരൂപം പ്രചാരത്തിലിരിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഉത്തർപ്രദേശ്. കഥക് നൃത്തരൂപം പ്രചാരത്തിലിരിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഉത്തർപ്രദേശ്. അശോക സ്തംഭത്തിലൂടെ ശ്രദ്ധേയമായ സാരാനാഥ് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം ഉത്തർപ്രദേശാണ്. അശോക സ്തംഭത്തിലൂടെ ശ്രദ്ധേയമായ സാരനാഥ് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം അത് ഉത്തർപ്രദേശാണ്. കാൺപൂർ, ലക്നൗ, വാരണാസി, ആഗ്ര, അലഹബാദ് തുടങ്ങിയ നഗരങ്ങൾ സ്ഥിതി ചെയ്യുന്നത് ഉത്തർപ്രദേശ് സംസ്ഥാനത്തിലാണ്. കാൺപൂര്, ലക്നൗ, വാരണാസി, ആഗ്ര, അലഹബാദ് തുടങ്ങിയ നഗരങ്ങൾ സ്ഥിതി ചെയ്യുന്ന പ്രദേശം ഉത്തർപ്രദേശാണ്. പഠിക്കുക. ഇതിനകത്ത് നിന്ന് ഒരു ക്വസ്റ്റ്യൻ സുഹൃത്തുക്കളെ നിങ്ങൾക്ക് ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാം. കാരണം ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്ന പോയിന്റ് അതുപോലെ എടുത്ത് പറഞ്ഞിരിക്കുവാണ്. അതുകൊണ്ട് പഠിക്കണം, ഇമ്പോർട്ടന്റ് ആണ്. ഇന്ത്യയിൽ 8 സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഉത്തർപ്രദേശ്. അല്ലെങ്കിൽ നമുക്ക് പറയാം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഉത്തർപ്രദേശ്. ഉത്തർപ്രദേശ് അതിർത്തി പങ്കിടുന്ന അയൽ രാജ്യമാണ് ചോദിക്കുന്നെങ്കിൽ അത് നേപ്പാളാണ്. ഏറ്റവും കൂടുതൽ കരിമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഉത്തർപ്രദേശ്. ഇന്ത്യയുടെ പഞ്ചസാര
കൊട്ടാരക്കിണ്ണം എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഉത്തർപ്രദേശ്. കഥക് നൃത്തരൂപം പ്രചാരത്തിലിരിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഉത്തർപ്രദേശ്. അശോക സ്തംഭത്തിലൂടെ ശ്രദ്ധേയമായ സാരനാഥ് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം ഉത്തർപ്രദേശാണ്. കാൺപൂർ, ലക്നൗ, വാരണാസി, ആഗ്ര, അലഹബാദ് തുടങ്ങിയ നഗരങ്ങൾ സ്ഥിതി ചെയ്യുന്നത് ഉത്തർപ്രദേശിലാണ്. പഠിക്കുക. വാസ്കോഡ ഗാമ ഇന്ത്യയിലേക്ക് യാത്ര ആരംഭിച്ചത് ഏത് തുറമുഖത്ത് നിന്നുമാണ്? പോർച്ചുഗലിലെ ലിസ്ബൺ തുറമുഖം. ഇപ്പോൾ PSC ചോദിക്കാറുണ്ട്, പഠിക്കണം. വാസ്കോഡ ഗാമ ഇന്ത്യയിലേക്ക് യാത്ര ആരംഭിച്ച ഏത് തുറമുഖത്ത് നിന്ന് ചോദിച്ചാൽ പോർച്ചുഗലിലെ ലിസ്ബൺ തുറമുഖത്ത് നിന്നുമാണ്. വാസ്കോഡ ഗാമ യാത്ര തിരിച്ച കപ്പലുകളുടെ എണ്ണം ചോദിച്ചാൽ 4 കപ്പലുകൾ. വാസ്കോഡ ഗാമ യാത്ര തിരിച്ച കപ്പലുകളുടെ എണ്ണം എത്രയാണ്? 4 കപ്പലുകളാണ്. അതിൽ എത്ര യാത്രക്കാരുണ്ടായിരുന്നു? മൊത്തം 170 പേരുണ്ടായിരുന്നു. പഠിച്ചോളെ, വാസ്കോഡ ഗാമ യാത്ര തിരിച്ച കപ്പലുകളുടെ എണ്ണം 4 ആണ്. ആ 4 കപ്പലിൽ കൂടി എത്ര യാത്രികരുണ്ടായിരുന്നു? 170 യാത്രികരുണ്ടായിരുന്നു. പഠിക്കുക. വാസ്കോഡ ഗാമ യാത്രക്കിടയിൽ എത്തപ്പെട്ട തുറമുഖമാണ് മലിന്ദി തുറമുഖം. എവിടെയാത്? കെനിയയിലാണ്. പഠിച്ചോളെ, വാസ്കോഡ ഗാമ യാത്രക്കിടയിൽ എത്തപ്പെട്ട തുറമുഖം ഏതാണ്? മലിന്ദി തുറമുഖം, കെനിയ. വാസ്കോഡ ഗാമ ഇന്ത്യയിൽ കാലുകുത്തിയ വർഷം 1498 മെയ് മാസം 20. ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്താണ് അദ്ദേഹം വന്നെത്തിയത് കേട്ടോ. അപ്പോൾ വാസ്കോഡ ഗാമ ഇന്ത്യയിൽ കാലുകുത്തിയ വർഷം ചോദിച്ചാൽ 1498 മെയ് 20. എത്ര തവണ PSC പ്രീവിയസ് ആയി ചോദിച്ചെന്ന് പോലും അറിയില്ല, അത്രയും ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ ഇന്ത്യയുടെ പടിഞ്ഞാറേ തീരത്തായിരുന്നു വാസ്കോഡ ഗാമ കാലുകുത്തിയത്. വാസ്കോഡ ഗാമ എത്തപ്പെട്ട കേരളത്തിലെ കടൽ തീരം കാപ്പാട് കടൽ തീരം, കോഴിക്കോട് ജില്ല. വാസ്കോഡ ഗാമ എത്തപ്പെട്ട കേരളത്തിലെ കടൽ തീരം ഏതാ? കാപ്പാട് കടൽ തീരം. അതിപ്പോൾ ഏത് ജില്ലയുടെ ഭാഗമാ? കോഴിക്കോട് ജില്ലയുടെ ഭാഗമാണ്. പഠിക്കുക. അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്തായി കാണപ്പെടുന്ന ഭൂഖണ്ഡങ്ങളാണ് വടക്കേ അമേരിക്കയും തെക്കേ അമേരിക്കയും. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നിങ്ങൾ 100% പ്രതീക്ഷിച്ചോളുക സുഹൃത്തുക്കളെ. ചോദിച്ചിരിക്കും. അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്തായി കാണപ്പെടുന്ന ഭൂഖണ്ഡങ്ങളാണ് വടക്കേ അമേരിക്കയും തെക്കേ അമേരിക്കയും. ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ കിഴക്ക് ഭാഗത്തായി കാണപ്പെടുന്ന ഭൂഖണ്ഡം ഓസ്ട്രേലിയ. ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ കിഴക്ക് ഭാഗത്തായി കാണപ്പെടുന്ന ഭൂഖണ്ഡം ചോദിച്ചാൽ അത് ഓസ്ട്രേലിയയാണ്. ഏറ്റവും വിസ്തൃതി കൂടിയ ഭൂഖണ്ഡം ഏഷ്യയാണ്. ഏറ്റവും വിസ്തൃതി കൂടിയ ഭൂഖണ്ഡം ഏഷ്യയാണ്. അറ്റ്ലാന്റിക് സമുദ്രത്തിനും ഇന്ത്യൻ മഹാസമുദ്രത്തിനും ഇടയിൽ കാണപ്പെടുന്ന ഭൂഖണ്ഡം ആഫ്രിക്കയാണ്. അറ്റ്ലാന്റിക് സമുദ്രത്തിനും ഇന്ത്യൻ മഹാസമുദ്രത്തിനും ഇടയിൽ കാണപ്പെടുന്ന ഭൂഖണ്ഡം ചോദിച്ചാൽ അത് ആഫ്രിക്കയാണ്. ഇതിനകത്ത് നിന്ന് ഒരു ചോദ്യം നിങ്ങൾക്ക് ഉറപ്പിക്കാം, പഠിച്ചോളുക. അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്തായി കാണപ്പെടുന്ന ഭൂഖണ്ഡങ്ങൾ വടക്കേ അമേരിക്കയും തെക്കേ അമേരിക്കയും. ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ കിഴക്ക് ഭാഗത്തായി കാണപ്പെടുന്ന ഭൂഖണ്ഡം ഓസ്ട്രേലിയ. ഏറ്റവും വിസ്തൃതി കൂടിയ ഭൂഖണ്ഡം എന്നറിയപ്പെടുന്നത് ഏഷ്യ. അറ്റ്ലാന്റിക് സമുദ്രത്തിനും ഇന്ത്യൻ മഹാസമുദ്രത്തിനും ഇടയിൽ കാണപ്പെടുന്ന ഭൂഖണ്ഡം ആഫ്രിക്കയാണ്. പഠിക്കുക. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഭാഗമായി വരുന്ന സ്ഥാപനങ്ങളാണ് ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിലെ ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്. അതുപോലെ നഗരഭരണ സ്ഥാപനങ്ങളായിട്ടുള്ള മുനിസിപ്പാലിറ്റി, മുനിസിപ്പൽ കോർപ്പറേഷനും. പഠിച്ചോളനെ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഭാഗമായി വരുന്ന സ്ഥാപനങ്ങൾ ഏതൊക്കെയാ? ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിന്റെ ഭാഗമായുള്ള ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്. അതുപോലെ തന്നെ നഗരഭരണ സ്ഥാപനങ്ങളായിട്ടുള്ള മുനിസിപ്പാലിറ്റിയും മുനിസിപ്പൽ കോർപ്പറേഷനും. ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ നടത്തപ്പെടുന്ന ജനങ്ങളുടെ ഭരണമാണ് ജനാധിപത്യം എന്നിങ്ങനെ പ്രഖ്യാപിച്ച വ്യക്തിത്വം എബ്രഹാം ലിങ്കൻ ആണ്. ഒരുപാട് തവണ ചോദിച്ച ചോദ്യമാണ്. പഠിച്ചോളനെ, ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ നടത്തപ്പെടുന്ന ജനങ്ങളുടെ ഭരണമാണ് ജനാധിപത്യം എന്നിങ്ങനെ പ്രഖ്യാപിച്ച വ്യക്തിത്വം എബ്രഹാം ലിങ്കൻ ആണ്. ജനാധിപത്യത്തെ കുറിച്ചുള്ള എന്റെ സങ്കല്പം അതിനു കീഴിൽ ഏറ്റവും ദുർബലനും ശക്തനും തുല്യമായ അവസരം ഉണ്ടായിരിക്കണം എന്നതാണ്. എന്നത് ആരുടെ വാക്കുകളാണ്? മഹാത്മാഗാന്ധിജിയുടെ വാക്കുകളാണ്. ഇതും PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ്. ജനാധിപത്യത്തെ കുറിച്ചുള്ള എന്റെ സങ്കല്പം അതിനു കീഴിൽ ഏറ്റവും ദുർബലനും ശക്തനും തുല്യമായ അവസരം ഉണ്ടായിരിക്കണം എന്നതാണ്. ഇത് ആരുടെ വാക്കുകളാണ്? മഹാത്മാഗാന്ധിജിയുടെ വാക്കുകൾ. ജനാധിപത്യത്തിന്റെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്ന രാജ്യം ഗ്രീസ് ആണ്. പഠിച്ചോളുക. ജനാധിപത്യത്തിന്റെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്ന രാജ്യം ഗ്രീസ് ആണ്. ഗ്രീസിൽ തന്നെ ഏതൻസ് ആണ് കേട്ടോ. ഗ്രീസിലെ ഏതൻസിനെയാണ് ജനാധിപത്യത്തിന്റെ കളിത്തൊട്ടിൽ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഭാഗമായി വരുന്ന സ്ഥാപനങ്ങൾ ഏതൊക്കെയാണ്? ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിലെ ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, നഗരഭരണ സ്ഥാപനങ്ങളായ മുനിസിപ്പാലിറ്റി, മുനിസിപ്പൽ കോർപ്പറേഷൻ എന്നിവ. ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ നടത്തപ്പെടുന്ന ജനങ്ങളുടെ ഭരണമാണ് ജനാധിപത്യം എന്നിങ്ങനെ പ്രഖ്യാപിച്ച വ്യക്തിത്വം എബ്രഹാം ലിങ്കൻ. ജനാധിപത്യത്തെ കുറിച്ചുള്ള എന്റെ സങ്കല്പം അതിനു കീഴിൽ ഏറ്റവും ദുർബലനും ശക്തനും തുല്യമായ അവസരം ഉണ്ടായിരിക്കണം എന്നതാണ്. ആരുടെ വാക്കുകളാണ്? മഹാത്മാഗാന്ധിജിയുടെ വാക്കുകൾ. ജനാധിപത്യത്തിന്റെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്ന രാജ്യം ഗ്രീസ് ആണ്. ഗ്രീസിൽ എവിടെയാ? ഏതൻസ് ആണ്. ആധുനിക ജനാധിപത്യത്തിന് തുടക്കം കുറിച്ച രാജ്യം ഇംഗ്ലണ്ട്. ആധുനിക ജനാധിപത്യത്തിന് തുടക്കം കുറിച്ച രാജ്യം ഏതാ? ഇംഗ്ലണ്ട് ആണ്. തിരഞ്ഞെടുപ്പ്, ജനപ്രതിനിധികളുടെ ഭരണം, പാർലമെന്റ് എന്നീ സംവിധാനങ്ങൾ രൂപം കൊണ്ട രാജ്യം ഇംഗ്ലണ്ട് ആണ്. പഠിച്ചോളനെ, തിരഞ്ഞെടുപ്പ്, ജനപ്രതിനിധികളുടെ ഭരണം, പാർലമെന്റ് എന്നീ സംവിധാനങ്ങൾ രൂപം കൊണ്ട രാജ്യം
ഇംഗ്ലണ്ടാണ്. ജനാധിപത്യം എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ച വ്യക്തി ഹെറോഡോട്ടസ് ആണ്. പഠിച്ചോളുക, ജനാധിപത്യം എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ച വ്യക്തിത്വമാരാണ്? ഹെറോഡോട്ടസ് ആണ്. ഡെമോക്രസി എന്ന വാക്ക് രൂപപ്പെട്ടത് ഗ്രീക്ക് ഭാഷയിൽ നിന്നും. ഡെമോക്രസി എന്ന വാക്ക് രൂപപ്പെട്ടത് എവിടെ നിന്നാണ്? ഗ്രീക്ക് ഭാഷയിൽ നിന്നാണ്. ക്രെറ്റോസ് എന്നാൽ അധികാരം എന്നുമാണ് ഇതിന്റെ അർത്ഥം. അപ്പോൾ ഡെമോക്രസി എന്നുള്ള വാക്ക് എവിടെ നിന്നാണ് രൂപപ്പെട്ടത്? ഗ്രീക്ക് ഭാഷയിൽ നിന്നാണ്. അതിൽ തന്നെ ഡെമോസ് എന്നാൽ ജനങ്ങൾ എന്നും ക്രെറ്റോസ് എന്നാൽ അധികാരം എന്നുമാണ് അർത്ഥം. പഠിക്കുക. ഒരു പ്രദേശത്തിന്റെ ഭരണ വികസന പ്രക്രിയയിൽ എല്ലാ ജനങ്ങളും പങ്കാളികളാകാനും തീരുമാനങ്ങൾ എടുക്കുവാനും അവസരം ലഭിക്കുന്ന വേദികൾ അറിയപ്പെടുന്ന പേരാണ് ഗ്രാമസഭകൾ. നമ്മൾ പണ്ടൊരു ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, ഒരു പ്രദേശത്തിന്റെ ഭരണ വികസന പ്രക്രിയയിൽ എല്ലാ ജനങ്ങൾക്കും പങ്കാളികളാകാനും തീരുമാനങ്ങൾ എടുക്കാനും അവസരം ലഭിക്കുന്ന വേദികൾ അറിയപ്പെടുന്ന പേരാണ് ഗ്രാമസഭകൾ. ഒരു ഗ്രാമസഭയിലെ അംഗങ്ങൾ എങ്ങനെയുള്ളവരാണ്? ഓരോ വാർഡിലെയും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കപ്പെട്ട മുഴുവൻ ജനങ്ങൾക്കും ഒരു ഗ്രാമസഭയിൽ അംഗമാവാം. ഒരു ഗ്രാമസഭയിൽ അംഗമാവണമെങ്കിൽ മിനിമം എന്തുമാത്രം മതി? ഓരോ വാർഡിലെയും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കപ്പെട്ട മുഴുവൻ ജനങ്ങൾക്കും ഒരു ഗ്രാമസഭയിൽ അംഗമാകാൻ കഴിയും. ഗ്രാമസഭയ്ക്ക് തുല്യമായി നഗരങ്ങളിലെ വേദികൾ അറിയപ്പെടുന്ന പേരാണ് വാർഡ് സഭ. ഗ്രാമസഭകൾക്ക് തുല്യമായി നഗരങ്ങളിലെ വേദികൾ അറിയപ്പെടുന്ന പേരാണ് വാർഡ് സഭ. ജനങ്ങൾ നേരിട്ട് ഭരണകാര്യങ്ങൾ പങ്കാളിയാകുന്ന ഭരണവ്യവസ്ഥ അറിയപ്പെടുന്ന പേരാണ് പ്രത്യക്ഷ ജനാധിപത്യം. ഒരുപാട് തവണ PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ്. ജനങ്ങൾ നേരിട്ട് ഭരണകാര്യങ്ങളിൽ പങ്കാളിയാകുന്ന ഭരണവ്യവസ്ഥ അറിയപ്പെടുന്ന പേരെന്താ സുഹൃത്തുക്കളെ? പ്രത്യക്ഷ ജനാധിപത്യം. പഠിക്കുക. പ്രത്യക്ഷ ജനാധിപത്യം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് പങ്കാളിത്ത ജനാധിപത്യം. പ്രത്യക്ഷ ജനാധിപത്യം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് പങ്കാളിത്ത ജനാധിപത്യം. കേരള സംസ്ഥാനത്തിന്റെ നിയമനിർമ്മാണ സഭ എന്നറിയപ്പെടുന്നത് കേരള നിയമസഭയാണ്. കേരള സംസ്ഥാനത്തിന്റെ നിയമനിർമ്മാണ സഭ എന്നറിയപ്പെടുന്നത് നമ്മുടെ കേരള നിയമസഭയാണ്. കേരള നിയമസഭയുടെ ആസ്ഥാനം തിരുവനന്തപുരം. എല്ലാവർക്കും അറിയാവുന്ന പോയിന്റ് ആണ്. കേരള നിയമസഭയുടെ ആസ്ഥാനം തിരുവനന്തപുരം ജില്ല. തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ രൂപീകൃതമായ വർഷം 1888. തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ രൂപീകൃതമായ വർഷം 1888. ശ്രീമൂലം പ്രചാരസഭ സ്ഥാപിതമായ വർഷം 1904 ആണ്. ശ്രീമൂലം പ്രചാരസഭ സ്ഥാപിതമായ വർഷം 1904 ആണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. പ്രത്യക്ഷ ജനാധിപത്യം അറിയപ്പെടുന്ന മറ്റൊരു പേര് പങ്കാളിത്ത ജനാധിപത്യം. കേരള സംസ്ഥാനത്തിന്റെ നിയമനിർമ്മാണ സഭ എന്നറിയപ്പെടുന്നത് നമ്മുടെ കേരള നിയമസഭയാണ്. കേരള നിയമസഭയുടെ ആസ്ഥാനം തിരുവനന്തപുരത്താണ്. തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ രൂപീകൃതമായ വർഷം 1888. ശ്രീമൂലം പ്രചാരസഭ സ്ഥാപിതമായ വർഷം 1904 ആണ്. പഠിക്കുക. തിരുക്കൊച്ചി നിയമനിർമ്മാണ സഭ രൂപീകൃതമായ വർഷം 1949. തിരുക്കൊച്ചി നിയമനിർമ്മാണ സഭ രൂപീകൃതമായ വർഷം 1949. കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനം നടന്നത് 1957 ഏപ്രിൽ 27. കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനം നടന്നത് 1957 ഏപ്രിൽ 27 കേരള നിയമസഭാ ദിനമായി ആചരിക്കുന്നത് ഏപ്രിൽ 27 ഇമ്പോർട്ടന്റ് ആണ്. കേരള നിയമസഭാ ദിനമായി നമ്മൾ ആചരിക്കുന്നത് ഏപ്രിൽ 27. ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികൾ ജനങ്ങൾക്ക് വേണ്ടി ഭരണം നടത്തുന്ന ജനാധിപത്യ രീതി അറിയപ്പെടുന്ന പേരാണ് പരോക്ഷ ജനാധിപത്യം. ചോദിച്ചിട്ടുണ്ട് PSC. ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികൾ ജനങ്ങൾക്ക് വേണ്ടി ഭരണം നടത്തുന്ന ജനാധിപത്യ രീതി അറിയപ്പെടുന്ന പേരാണ് പരോക്ഷ ജനാധിപത്യം. പരോക്ഷ ജനാധിപത്യം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് പ്രാതിനിധ്യ ജനാധിപത്യം. പഠിച്ചോളനെ. പരോക്ഷ ജനാധിപത്യം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് പ്രാതിനിധ്യ ജനാധിപത്യം. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ. തിരുക്കൊച്ചി നിയമനിർമ്മാണ സഭ രൂപീകൃതമായ വർഷം 1949. കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനം നടന്നത് 1957 ഏപ്രിൽ 27. കേരള നിയമസഭ ദിനമായി ആചരിക്കുന്നത് ഏപ്രിൽ 27. ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികൾ ജനങ്ങൾക്ക് വേണ്ടി ഭരണം നടത്തുന്ന ജനാധിപത്യ രീതിയാണ് പരോക്ഷ ജനാധിപത്യ രീതി. പരോക്ഷ ജനാധിപത്യം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് പ്രാതിനിധ്യ ജനാധിപത്യം. പഠിക്കുക. ജനസംഖ്യ കുറഞ്ഞ രാജ്യങ്ങളിൽ സാധ്യമാകുന്ന ജനാധിപത്യ രീതിയാണ് പ്രത്യക്ഷ ജനാധിപത്യ രീതി. പഠിച്ചോളനെ. ജനസംഖ്യ കുറഞ്ഞ രാജ്യങ്ങളിൽ സാധ്യമാകുന്ന രീതിയാണ് പ്രത്യക്ഷ ജനാധിപത്യ രീതി. ജനസംഖ്യ കൂടിയ രാജ്യങ്ങളിൽ സാധ്യമാകുന്ന ജനാധിപത്യ രീതിയാണ് പരോക്ഷ ജനാധിപത്യ രീതി. ജനസംഖ്യ കൂടിയ രാജ്യങ്ങളിൽ സാധ്യമാകുന്ന ജനാധിപത്യ രീതിയാണ് പരോക്ഷ ജനാധിപത്യം. ജനസംഖ്യ കൂടിയ രാജ്യങ്ങളിൽ സാധ്യമാകുന്ന ജനാധിപത്യ രീതി എന്താണ്? പരോക്ഷ ജനാധിപത്യമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം എന്നറിയപ്പെടുന്നത് ഇന്ത്യയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം എന്നറിയപ്പെടുന്നത് ഇന്ത്യയാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ. ജനസംഖ്യ കുറഞ്ഞ രാജ്യങ്ങളിൽ സാധ്യമാകുന്ന ജനാധിപത്യ രീതിയാണ് പ്രത്യക്ഷ ജനാധിപത്യ രീതി.
ജനസംഖ്യ കൂടിയ രാജ്യങ്ങളിൽ സാധ്യമാകുന്ന ജനാധിപത്യ രീതിയാണ് പരോക്ഷ ജനാധിപത്യ രീതി. പഠിക്കുക. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം എന്നറിയപ്പെടുന്നത് നമ്മുടെ ഇന്ത്യയാണ്. ജനാധിപത്യ രാജ്യങ്ങളുടെ സവിശേഷതകളാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. പഠിച്ചു വെച്ചോളനെ, ഡിഗ്രി ലെവലൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. ജനാധിപത്യ രാജ്യങ്ങളുടെ സവിശേഷതകൾ. ജനാധിപത്യ സംവിധാനത്തിൽ ജനങ്ങൾക്കാണ് പരമാധികാരം. ജനാധിപത്യ സംവിധാനത്തില് ജനങ്ങൾക്കാണ് പരമാധികാരം. നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യത ഉറപ്പുവരുത്തുന്നതാണ് നിയമവാഴ്ച. നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യത ഉറപ്പുവരുത്തുന്ന നിയമവാഴ്ച. സ്വതന്ത്രവും നീതിപൂർണവുമായ തിരഞ്ഞെടുപ്പ്. സ്വതന്ത്രവും നീതിപൂർണവുമായ തിരഞ്ഞെടുപ്പ്. ജനങ്ങളിലെയും ഭരണകൂടങ്ങളും തമ്മിൽ ബന്ധിപ്പിക്കാൻ സഹായിക്കുന്ന സ്വതന്ത്ര വാർത്താ മാധ്യമങ്ങൾ. ജനങ്ങളെയും ഭരണകൂടങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കാൻ സഹായിക്കുന്ന സ്വതന്ത്ര വാർത്താ മാധ്യമങ്ങൾ. ഗവൺമെന്റ് വിമർശനങ്ങളിലൂടെ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന പ്രതിപക്ഷം. ഗവൺമെന്റിനെ വിമർശനങ്ങളിലൂടെ മെച്ചപ്പെടുത്തുവാൻ സഹായിക്കുന്ന പ്രതിപക്ഷം. സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥ. സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥ. ഒന്നുകൂടി പറയാം. ജനാധിപത്യ രാജ്യങ്ങളുടെ സവിശേഷതകളാണ് നമ്മൾ പറഞ്ഞത്. ജനാധിപത്യ സംവിധാനത്തിൽ ജനങ്ങൾക്കായിരിക്കും പരമാധികാരം. നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യത ഉറപ്പുവരുത്തുന്ന നിയമവാഴ്ച ഉണ്ടായിരിക്കും. സ്വതന്ത്രവും നീതിപൂർണവുമായ തിരഞ്ഞെടുപ്പ് നടക്കും. ജനങ്ങളെയും ഭരണകൂടത്തെയും തമ്മിൽ ബന്ധിപ്പിക്കാൻ സഹായിക്കുന്ന സ്വതന്ത്ര വാർത്താ മാധ്യമങ്ങൾ ഉണ്ടായിരിക്കും. ഗവൺമെന്റിനെ വിമർശനങ്ങളിലൂടെ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന പ്രതിപക്ഷം ഉണ്ടായിരിക്കും. സ്വാതന്ത്ര്യവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥ ഉണ്ടായിരിക്കും. പഠിക്കും. യാതൊരു വിവേചനങ്ങളില്ലാതെയും നിശ്ചിത പ്രായപൂർത്തിയായ ഏവർക്കും തിരഞ്ഞെടുപ്പിലൂടെ വോട്ട് ചെയ്യുവാനുള്ള അവകാശം അറിയപ്പെടുന്ന പേരാണ് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം. പഠിച്ചോളനെ. യാതൊരു വിവേചനങ്ങളും ഇല്ലാതെ നിശ്ചിത പ്രായം പൂർത്തിയായ ഏവർക്കും തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുവാനുള്ള അവകാശം അറിയപ്പെടുന്ന പേരാണ് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം. ഇന്ത്യൻ വോട്ടവകാശത്തിനുള്ള പ്രായം 18 വയസ്സാണ്. ഇന്ത്യയിൽ വോട്ടവകാശത്തിനുള്ള പ്രായം എത്രയാ? 18 വയസ്സാണ്. 1989 വരെ ഇന്ത്യയിൽ വോട്ടവകാശത്തിനുള്ള പ്രായം എത്രയായിരുന്നു? 21 വയസ്സായിരുന്നു. 1989 വരെ ഇന്ത്യയിൽ വോട്ടവകാശത്തിനുള്ള പ്രായം 21 വയസ്സായിരുന്നു. പഠിക്കുക. ഇനി നമുക്ക് പഠിക്കാനുള്ളത് തിരഞ്ഞെടുപ്പിന്റെ വിവിധ ഘട്ടങ്ങളാണ്. ഇപ്പോഴങ്ങോട്ട് നടന്ന LD എക്സാമിന് വരെ ചോദിച്ചതാണ്. പഠിച്ചോളനെ. തിരഞ്ഞെടുപ്പിന്റെ വിവിധ ഘട്ടങ്ങൾ. തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നു. തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിക്കുന്നു. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നു. പത്രിക സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നു. നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുവാനുള്ള സമയം. തിരഞ്ഞെടുപ്പ് പ്രചാരണം, വോട്ടെടുപ്പ്, വോട്ടെണ്ണലും ഫലപ്രഖ്യാപനവും. ഇങ്ങനെയുള്ള 8 പ്രധാനപ്പെട്ട ഘട്ടങ്ങളിലൂടെയാണ് നമ്മുടെ തിരഞ്ഞെടുപ്പ് കടന്നു പോകുന്നത്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിച്ചിരിക്കുക. തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നു. തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിക്കുന്നു. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നു. പത്രികയുടെ സൂക്ഷ്മ പരിശോധന നടത്തുന്നു. നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുവാനുള്ള സമയം. തിരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുവാനുള്ള സമയം. വോട്ടെടുപ്പ് നടത്തുവാനുള്ള സമയം. വോട്ടെണ്ണലും ഫലപ്രഖ്യാപനവും നടത്തുവാനുള്ള സമയം. ഇത്രയും പോയിന്റ്സ് സുഹൃത്തുക്കളെ പഠിച്ചു വെക്കുക. ഇനി 96ാമത്തെ ചോദ്യം തിരഞ്ഞെടുപ്പിന്റെ ധർമ്മങ്ങളാണ്. തിരഞ്ഞെടുപ്പിന്റെ ധർമ്മങ്ങളാണ്. ഇത് പഠിച്ചോളനെ. ഇമ്പോർട്ടന്റ് ആണ്. PSC ചോദിക്കാൻ സാധ്യതയുണ്ട്. തിരഞ്ഞെടുപ്പിന്റെ ധർമ്മങ്ങൾ. ഗവൺമെന്റുകൾ രൂപീകരിക്കുവാൻ തിരഞ്ഞെടുപ്പ് സഹായിക്കുന്നു. ഗവൺമെന്റുകളുടെ രൂപീകരണത്തിന് ആര് സഹായിക്കുന്നു? തിരഞ്ഞെടുപ്പ് സഹായിക്കുന്നു. എല്ലാവർക്കും പ്രാതിനിധ്യം നൽകുന്നു. എല്ലാവർക്കും പ്രാതിനിധ്യം നൽകുന്നു. ഭരണകർത്താക്കളെ വളർത്തിയെടുക്കുന്നു. ഭരണകർത്താക്കളെ വളർത്തിയെടുക്കുന്നു. ജനാധിപത്യം ശക്തിപ്പെടുത്തുന്നു. ജനാധിപത്യം ശക്തിപ്പെടുത്തുന്നു. വോട്ടർമാരെ ബോധവൽക്കരിക്കുന്നു. വോട്ടർമാരെ ബോധവൽക്കരിക്കുന്നു. അപ്പോ തിരഞ്ഞെടുപ്പിന്റെ പ്രധാന ധർമ്മങ്ങൾ എന്തൊക്കെയാ? ഗവൺമെന്റുകൾ രൂപീകരിക്കുന്നു. എല്ലാവർക്കും പ്രാതിനിധ്യം നൽകുന്നു. ഭരണകർത്താക്കളെ വളർത്തിയെടുക്കുന്നു. ജനാധിപത്യം ശക്തിപ്പെടുത്തുന്നു. വോട്ടർമാരെ ബോധവൽക്കരിക്കുന്നു. പഠിക്കുക. ഇന്ത്യയിൽ നടക്കുന്ന പൊതു തെരഞ്ഞെടുപ്പുകളെ നിയന്ത്രിക്കുന്നത് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. ഇന്ത്യയിൽ നടക്കുന്ന പൊതു തെരഞ്ഞെടുപ്പുകളെ നിയന്ത്രിക്കുന്നത് ആരാ? കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയന്ത്രിക്കുന്ന തിരഞ്ഞെടുപ്പുകളാണ് രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി എന്നീ പദവികളിലേക്കുള്ള തിരഞ്ഞെടുപ്പ്, സംസ്ഥാന നിയമസഭകളിലേക്കും പാർലമെന്റിലേക്കുമുള്ള അംഗങ്ങളുടെ തിരഞ്ഞെടുപ്പ്. പഠിച്ചോളനെ. ഇന്ത്യയിൽ നടക്കുന്ന പൊതു തെരഞ്ഞെടുപ്പുകളെ നിയന്ത്രിക്കുന്നത് ആരാ? കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയന്ത്രിക്കുന്ന പ്രധാനപ്പെട്ട തിരഞ്ഞെടുപ്പുകൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി എന്നീ പദവികളിലേക്കുള്ള തിരഞ്ഞെടുപ്പ്, സംസ്ഥാന നിയമസഭകളിലേക്കും പാർലമെന്റിലേക്കുമുള്ള അംഗങ്ങളുടെ തിരഞ്ഞെടുപ്പ്. ഇതും പഠിച്ച് വെച്ചിരിക്കുക. കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനിലെ അംഗങ്ങളുടെ എണ്ണം 3 PSC ഒരുപാട് തവണ റിപ്പീറ്റ് ആയി ചോദിച്ച ചോദ്യം. കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനിലെ അംഗങ്ങളുടെ എണ്ണം എത്രയാ സുഹൃത്തുക്കളെ?
മൂന്നാണ്. മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷനും 2 കമ്മീഷണർമാരും ഉണ്ടായിരിക്കും. അപ്പോ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനിലെ അംഗങ്ങൾ എത്രയാ? 3 പേരാണ്. അവരാരൊക്കെയാ? ഒരു മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷനും അദ്ദേഹത്തെ സഹായിക്കാനായിട്ട് 2 കമ്മീഷണർമാരും ഉണ്ടായിരിക്കും. പഠിക്കുക. നമ്മുടെ അവസാനത്തെ ചോദ്യം, തിരഞ്ഞെടുപ്പ് കമ്മീഷനിലെ അംഗങ്ങളെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. തിരഞ്ഞെടുപ്പ് കമ്മീഷനിലെ അംഗങ്ങളെ നിയമിക്കുന്നത് ആരാ? രാഷ്ട്രപതിയാണ്. പഠിക്കുക. ഇങ്ങനെയുള്ള 100 ക്വസ്റ്റ്യൻസും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പോയിന്റ്സും പറഞ്ഞപ്പോ നമ്മുടെ സാമൂഹ്യശാസ്ത്രം 5ാം ക്ലാസ്സിന്റെ ഭാഗം 1 കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് പുതുക്കിയ പതിപ്പ് പ്രകാരമാണ്. സുഹൃത്തുക്കൾ ശ്രദ്ധിക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒത്തിരി ക്വസ്റ്റ്യൻസ് PSC ഇതുവരെ ചോദിച്ചിട്ടുള്ളതും ഇനി ചോദിക്കുവാനും സാധ്യതയുള്ള നമ്മൾ ഇവിടെ പഠിച്ചു കഴിഞ്ഞു. ഇനി ഇതിന്റെ 2ാം ഭാഗം ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. സുഹൃത്തുക്കൾ ശ്രദ്ധിക്കുക. ഇത്രയും നേരം ഈ വീഡിയോ സുഹൃത്തുക്കൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി നിങ്ങൾ സുഹൃത്തുക്കളോട് ഷെയർ ചെയ്ത് കൊടുക്കുക. അതിനോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. സബ്സ്ക്രൈബ് ബട്ടൺ ചേർന്നുള്ള ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങൾ എത്തുന്നതാണ്. സുഹൃത്തുക്കൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നല്ലൊരു ദിവസം നേരുന്നു.